നെറ്റ്ഫ്ലിക്സിൽ ഒരു അപൂർവ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ചിത്രം ലക്കി ഭാസ്കർ. ബോക്സ് ഓഫീസിലെ 100 കോടി നേട്ടത്തിന് ശേഷം OTT-യിലെത്തിയ ചിത്രം മികച്ച അഭിപ്രായമായിരുന്നു നേടിയത്. തെന്നിന്ത്യ കടന്ന നോർത്തിലും ഇന്ത്യയുടെ മറ്റിടങ്ങളിലും ചിത്രം വലിയ പ്രേക്ഷക പ്രീതി നേടിയിരുന്നു. പ്രേക്ഷകർക്കിടയിലെ ഈ സ്വീകാര്യത നെറ്റ്ഫ്ലിക്സിലെ ഒരു ചരിത്ര നേട്ടം ലക്കി ഭാസ്കറിന് സമ്മാനിച്ചിരിക്കുകയാണ്. തുടർച്ചയായി 100 ദിവസം നെറ്റ്ഫ്ലിക്സിൽ ഇന്ത്യ ടോപ്പ് 10-ൽ സ്ഥാനം പിടിച്ച ആദ്യ സൗത്ത് ഇന്ത്യൻ ചിത്രമായിരിക്കുകയാണ് ലക്കി ഭാസ്കർ. RRR, ദേവ്ര, കൽക്കി, 2898 AD എന്ന സിനിമകളെ പിന്തള്ളിയാണ് ലക്കി ഭാസ്കർ ഈ റെക്കോർഡ് കൈവരിച്ചത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടിക്ക് മുകളിലാണ് ലക്കി ഭാസ്കർ നേടിയത്. കേരളത്തിലും സിനിമയ്ക്കും വലിയ നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിച്ചത്. ആദ്യ ദിനം 2.05 കോടി കേരളത്തിൽ നിന്ന് നേടിയ ചിത്രത്തിന് തുടർന്നുള്ള ദിവസങ്ങളിൽ കളക്ഷനിൽ കുതിപ്പുണ്ടാക്കാനും സാധിച്ചു. 21.55 കോടിയാണ് സിനിമയുടെ കേരളത്തിൽ നിന്നുള്ള ഫൈനൽ കളക്ഷൻ. 3 കോടി രൂപയ്ക്കാണ് വേഫർ ഫിലിം സിനിമയുടെ കേരള വിതരണാവകാശം നേടിയതെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിലൂടെ സിനിമയുടെ ലാഭം കോടികളാണ്. തെലുങ്കിൽ ലക്കി ഭാസ്കറിന്റെ വിജയത്തോടെ ഹാട്രിക് ബ്ലോക്ക് ബസ്റ്ററാണ് ദുൽഖർ സ്വന്തമാക്കിയത്. ലക്കി ഭാസ്കർ നിർമ്മിച്ചിരിക്കുന്നത് സൂര്യദേവര നാഗവംശി, സായി സൗജന്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിതാര എന്റർടൈൻമെന്റ്സും ഫോർച്യൂൺ 4 സിനിമാസും ചേർന്നാണ്. മീനാക്ഷി ചൗധരിയാണ് ചിത്രത്തിൽ നായിക.